സനാതനധർമ്മമാർഗത്തിലെ ഹിന്ദു ധർമ്മമാർഗത്തിലെ എല്ലാവർക്കും പ്രണാമം. ഞാൻ കുടവട്ടൂർ വാമനൻ നമ്പൂതിരി, കൊട്ടാരക്കര. എല്ലാ ബുധനാഴ്ചയും നടത്തി വരാറുള്ള സനാതനധർമ്മ ആചാര ചിന്തകൾ അതിൻ്റെ 115-ാം ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രശ്നോപനിഷത്താണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിലെ നാല് പ്രശ്നങ്ങൾ, 4-ാം പ്രശ്നമാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞ് അവസാനിപ്പിച്ചത്. ശേഷം 5-ാം പ്രശ്നം ആരംഭിക്കുകയാണ്. പിപ്പിലാദ മഹർഷിയോട് ശിബിയുടെ പുത്രനായ സത്യകാമൻ്റെ ചോദ്യമാണ് 5-ാമത്തേത്. ചോദ്യം ഇങ്ങനെയാണ്: അലയോ ഭഗവാൻ, മർത്യരിൽ ആരാണോ മരണം വരെ പ്രണവമന്ത്രമായ ഓങ്കാരത്തെ പ്രാർത്ഥിക്കുന്നത്, അവൻ ഏതൊരു ലോകത്തെയാണ് ജയിക്കുന്നത്? ഇക്കാര്യം ദയവായി അങ്ങ് എനിക്ക് പറഞ്ഞു തന്നാലും. ഇതാണ് സത്യകാമൻ പിപ്പിലാദ മഹർഷിയോട് പറഞ്ഞത്. ഇപ്പോൾ ചുരുക്കത്തിൽ ഓങ്കാര ഉപാസനയെ പറ്റിയാണ് 5-ാം പ്രശ്നം ചർച്ച ചെയ്യുന്നത്. ജഡമായ പ്രപഞ്ചവും അതിനധിഷ്ഠാനമായ പരമസത്യത്തെയും കുറിച്ചാണ് കഴിഞ്ഞ 4 പ്രശ്നങ്ങൾ വിവരിച്ചത്. എന്നാൽ ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യമായി പറയുന്ന പരമസാക്ഷാത്കാരത്തിനുള്ള മാർഗം ആയിട്ടാണ് ഇവിടെ ഈ 5-ാം ചോദ്യത്തെ കാണേണ്ടത്. ആ പരമസാക്ഷാത്കാരത്തിലേക്ക് എത്താനുള്ള ഒരു വഴിയാണ് പ്രണവോപാസന എന്ന് പറയുന്നത്. ഇപ്പോൾ പരമസത്യത്തെ കണ്ട് അനുഭവിക്കണമെങ്കിൽ ആദ്യം വേണ്ടത് മനസ്സിൻ്റെ ഏകാഗ്രതയാണ്. ആ മാനസികമായ ഏകാഗ്രത വേണമെങ്കിൽ പഞ്ചേന്ദ്രിയങ്ങളെ നിയന്ത്രിക്കേണ്ടതുണ്ട്. അങ്ങനെ പഞ്ചേന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് മനസ്സിനെ ഏകാഗ്രമാക്കി, അല്ലെങ്കിൽ പഞ്ചേന്ദ്രിയ നിയന്ത്രണത്തിലൂടെ മനസ്സിനെ ഏകാഗ്രമാക്കാൻ സഹായിക്കുന്ന ഒരു ഉപാസനാ മാർഗമാണ് പ്രണവോപാസന എന്ന് പറയുന്നത്. ഉപാസന 2 തരത്തിലുണ്ട്: സഗുണോപാസനയും നിർഗുണോപാസനയും, അല്ലെങ്കിൽ സാകാരോപാസനയും നിരാകാരോപാസനയും. സാകാരോപാസനയിലാണ് നമ്മുടെ വിഗ്രഹാരാധനയൊക്കെ വരുന്നത്. എന്നാൽ നിർഗുണോപാസന അതിൽ നിന്നും വ്യത്യസ്തമാണ്. നിർഗുണോപാസനയിൽ ഒരു വിഗ്രഹസങ്കല്പം ഇല്ല, പരമാത്മ സങ്കല്പം അല്ലെങ്കിൽ ബ്രഹ്മസങ്കല്പം മാത്രമാണ് ഉള്ളത്. എന്നാൽ ഇവിടെ ഈ ഓങ്കാരോപാസനയിൽ സഗുണോപാസനയും നിർഗുണോപാസനയെയും യോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു മാർഗമായിട്ടാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു മാർഗമാണ് ഓങ്കാര ഉപാസന എന്ന് പറയുന്നത്. സാകാരോപാസനയും നിരാകാരോപാസനയും, അല്ലെങ്കിൽ സഗുണോപാസനയെയും നിർഗുണോപാസനയെയും യോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഉപാസനാ സമ്പ്രദായമാണ് ഓങ്കാരോപാസന എന്ന് പറയുന്നത്. അതായത് 2 തരം ഉപാസനകളും ഓങ്കാരത്തെ പ്രതീകമാക്കി അനുഷ്ഠിക്കാം എന്ന് അർത്ഥം. നമുക്കറിയാം, ആ, ഉ, മ എന്നിങ്ങനെ 3 മാത്രകളാണ് ഓങ്കാരത്തിൽ ഉള്ളത്. അത് ആ എന്നത് ജാഗ്രത സ്ഥാനത്തെയും, ഉ എന്നത് സ്വപ്നസ്ഥാനത്തെയും, മ എന്നത് സുഷുപ്തി സ്ഥാനത്തെയും സൂചിപ്പിക്കുന്നു. ഈ ജാഗ്രത, സ്വപ്നം, സുഷുപ്തി ഈ 3 സ്ഥാനങ്ങളിൽ അടങ്ങുന്നതാണ് പ്രപഞ്ച ഘടകങ്ങളെല്ലാം തന്നെ. അപ്പോൾ ഈ ഒരു സങ്കല്പത്തോടു കൂടി ത്രിമാത്രമായ 3 മാത്രാത്മകമായ പ്രണവത്തെ ധ്യാനിച്ച് ഉപാസിക്കുന്ന വ്യക്തിക്ക് എളുപ്പത്തിൽ നിരാകാര ബ്രഹ്മ സത്തയിൽ എത്തിച്ചേരുവാൻ സാധിക്കുമെന്നാണ് ഇവിടെ പറയുന്നത്. തുടർന്ന് 2-ാം മന്ത്രത്തിലെ പിപ്പിലാദ മഹർഷി സത്യകാമനോട് പറയുന്നു,
ഓങ്കാരം എന്നത് പരവും അപരവുമായ ബ്രഹ്മം തന്നെയാണ്. അതുകൊണ്ട് ഇതറിയുന്ന പണ്ഡിതന്മാർ ഈ ധ്യാനം കൊണ്ട് തന്നെ ഇതിലേതെങ്കിലും ഒന്നിനെ പ്രാപിക്കുന്നതാകുന്നുവെന്ന്. അപ്പോൾ പരവും അപരവുമായ അല്ലെങ്കിൽ നിർഗുണവും നിരാകാരവുമായ ബ്രഹ്മം തന്നെയാണ് ഓങ്കാരം. ഓങ്കാരത്തെ ഇവ രണ്ടിൻ്റെയും പ്രതീകമായി ഉപയോഗിക്കാമെന്ന് നേരത്തെ സൂചിപ്പിച്ചു. ഏതൊരു സങ്കല്പത്തോടു കൂടിയാണോ ആ പ്രതീകത്തെ ധ്യാനിച്ച് ഉപാസിക്കുന്നത്, ആ സങ്കല്പത്തിനനുസരിച്ച് സഗുണബ്രഹ്മത്തെയോ നിർഗുണബ്രഹ്മത്തെയോ ഉപാസകന് സാക്ഷാത്കരിക്കാൻ സാധിക്കും. ഇപ്പം രണ്ട് ഉപാസനാ സമ്പ്രദായവും ഈ ഒന്നിൽ നിക്ഷിപ്തമായിരിക്കുന്നു എന്ന് താല്പര്യം. പിന്നീട് പറയുന്നത് ഓരോ മാത്രയിൽ ഓങ്കാരത്തെ ഉപാസിച്ചാലുള്ള ഫലങ്ങളെ പറ്റിയാണ്. ഇപ്പോൾ ഒരു മാത്രയോടുകൂടിയ ഓങ്കാരത്തെ ധ്യാനിക്കുന്നുവെങ്കിൽ അവൻ വേഗത്തിൽ തന്നെ മർത്യനായി മർത്യലോകത്തിൽ എത്തിച്ചേരുന്നു. അവിടെ തപസ്സിനാലും ബ്രഹ്മചര്യത്താലും കീർത്തിമാനായി ഭവിക്കുകയും ചെയ്യുന്നു. ഇപ്പം ഇവിടെ മാത്ര എന്താണ് എന്നുള്ളത് ഒന്ന് ചിന്തിക്കേണ്ട വിഷയമാണ്. ആ ഊമ എന്ന 3 അക്ഷരങ്ങളെയും അവ ഉച്ചരിച്ച് അവസാനിക്കുമ്പോഴുണ്ടാകുന്ന ഒരു നാദമുണ്ട്. ആ നാദത്തെയുമാണ് ഓങ്കാരത്തിൻ്റെ 4 മാത്രകളായി പരിഗണിക്കുന്നത്. ആദ്യത്തെ 3 മാത്രകൾ സഗുണമായ വിരാട് രൂപത്തിൻ്റെയും, 4-മത്തെ മാത്ര, അതിന് അമാത്ര എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ അരമാത്ര എന്ന് പറയും, നിർഗുണ നിരാകാര ബ്രഹ്മത്തിൻ്റെയും പ്രതീകമാണ്. ഇത് ഓരോന്നും ഓരോ അവസ്ഥകളെയും വേദരൂപത്തെയും പ്രതിനിധീകരിക്കുന്നതായിട്ടാണ് ഉപനിഷത്ത് പറയുന്നത്. 1-മത്തെ മാത്രയായ അകാരം ഋഗ്വേദ രൂപമായിട്ടാണ് ധ്യാനിക്കുന്നത്. ജാഗ്രത അവസ്ഥയിലുള്ള വിശ്വൻ എന്ന ദേവതയാണ് അത് പ്രതിനിധാനം ചെയ്യുന്നത്. സ്ഥൂലമായ പ്രപഞ്ചത്തെ ഈ ജാഗ്രത അവസ്ഥ പ്രകാശിപ്പിക്കുന്നു. അതുകൊണ്ട് 1-മത്തെ മാത്രയെ മാത്രം ഉപാസിക്കുന്നവൻ ഈ ഭൂമിയിൽ തന്നെ ശ്രേഷ്ഠമായ മനുഷ്യജന്മം പ്രാപിക്കുന്നു. അവിടെ അവൻ തപസ് കൊണ്ടും ബ്രഹ്മചര്യം കൊണ്ടും ശ്രദ്ധ കൊണ്ടും സമ്പന്നനായി സകല ഐശ്വര്യങ്ങളെയും അനുഭവിക്കുന്നവനായി ഭവിക്കുന്നുവെന്ന് പറയുന്നു. ഉപാസനയിൽ മനസ്സ് നിയന്ത്രിതമായി ഉള്ളിലൊതുക്കാൻ കൂട്ടാക്കാതെ ബാഹ്യവിഷയങ്ങളിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നവനെയാണ് 1-മത്തെ മാത്രയെ മാത്രം ഉപാസിക്കുന്നവനായി പറയുന്നത്. അപ്പോൾ ഏകമാത്രയിലുള്ള ഉപാസനയുടെ അവസ്ഥകളും ഉപാസിച്ചാലുള്ള ഫലവുമാണ് 3-ാം മന്ത്രത്തിൽ പറയുന്നത്. ഇനി ഓങ്കാരത്തിൻ്റെ 2-മത്തെ മാത്ര എന്ന് പറയുന്നത്, ഉ എന്ന മാത്ര പറയുന്നത് സ്വപ്നാവസ്ഥയിൽ കാണുന്ന സൂക്ഷ്മപ്രപഞ്ചത്തിൻ്റെയും അതിനടിസ്ഥാനമായ മനസ്സിൻ്റെയും പ്രതീകമായിട്ടാണ്. അതായത് സ്വപ്നാവസ്ഥയെയും അതിൽ അഭിമാനിക്കുന്ന ദേവത തൈജസൻ, ആ തൈജസൻ എന്ന് പറയുന്ന ദേവതയെ 2-ാം മാത്ര പ്രതിനിധാനം ചെയ്യുന്നു. യജുർവേദ രൂപമായിട്ടാണ് അത് ധ്യാനിക്കുന്നത്. അപ്പം അതുകൊണ്ട് 2-മത്തെ മാത്രയെ ധ്യാനിച്ച് ഉപാസിക്കുന്നവനെ യജസ്സുകൾ ആത്മഭാവത്തിന് ആധാരമായ ചന്ദ്രലോകത്തേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെ ആ ചന്ദ്രലോകത്തേക്ക് കൊണ്ടുപോയി അവിടെ ഉപാസനാഫലമായ ഐശ്വര്യം അനുഭവിച്ചതിന് ശേഷം വീണ്ടും മർത്യലോകത്തിലേക്ക് വന്ന് ജീവിക്കാൻ ഇടവരുന്നു. അതായത് വീണ്ടും തത്വവിചാരം ചെയ്ത് ജന്മസാഫല്യം പ്രാപിക്കുവാൻ അവൻ അവസരം കിട്ടുന്നു എന്ന് അർത്ഥം. ബാഹ്യവിഷയങ്ങളിൽ നിന്ന് മാറ്റി നിർത്തി മനസ്സിനെ ഉള്ളിലൊതുക്കുവാൻ സാധിച്ചിട്ടുള്ളവനാണ് ഈ അവസ്ഥയിൽ എത്തുന്നവൻ എങ്കിലും സങ്കല്പങ്ങളും വാസനകളും നിശേഷം നശിച്ചിട്ടില്ലാത്തവനെ 2-മത്തെ മാത്രയെ ഉപാസിക്കുന്നവനായി പറയുന്നു. ഇപ്പം 2-മത്തെ മാത്രയിലും
മാത്രയിൽ ഉപാസന കൊണ്ടും പൂർണ്ണമായ ബ്രഹ്മ സായുജ്യം കിട്ടുന്നില്ല എന്ന് താല്പര്യം. അപ്പം രണ്ടാമത്തെ അവസ്ഥയുടെ രണ്ടാം മാത്രയിലുള്ള ഉപാസനയുടെ ഫലത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇനി 3 മാത്രയിലുള്ള അടുത്ത മന്ത്രത്തിൽ അതാണ് സൂചിപ്പിക്കുന്നത്. 5-ാം മന്ത്രത്തിൽ ഏതൊരാളാണോ 3 മാത്രയോടുകൂടി ഓങ്കാരത്തിൽ പരമപുരുഷനെ ധ്യാനിക്കുന്നത് അവൻ തേജോമയനായ സൂര്യനിൽ ഐക്യം പ്രാപിച്ചവനായി ഭവിക്കുന്നു എന്ന് പറയുന്നു. അവൻ പാപത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്നവനായിട്ടും പറയുന്നു. അതിനൊരു ഉദാഹരണം പറയുന്നത്, എപ്രകാരമാണോ പാമ്പ് തൻ്റെ പുറന്തോട് അല്ലെങ്കിൽ പുറത്തെ തൊലി ഉപേക്ഷിക്കുന്നത്, അപ്രകാരം അവനിൽ നിന്നും പാപങ്ങൾ ഇല്ലാത്ത ഒരവസ്ഥ, അല്ലെങ്കിൽ പാപമാകുന്ന അവൻ്റെ പുറന്തോട് അവന് ഉപേക്ഷിക്കാൻ സാധിക്കുന്നു. പാപരഹിതമായ ഒരു അവസ്ഥയിലെത്തുന്നു 3 മാത്രയോടുകൂടിയ ഓങ്കാര ധ്യാനത്തിന്. ആ 3 മാത്രയോടുകൂടിയ ഓങ്കാരത്തെ ധ്യാനിക്കുന്നവന്. മറ്റൊന്ന് ഈ സാമവേദമാണ് അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. സാമവേദ രൂപമായിട്ടാണ് ഈ 3 മാത്രയോട് കൂടിയ ഓങ്കാര ധ്യാനത്തെ പറയുന്നത്, ഉപാസനയെ പറയുന്നത്. അപ്പം അങ്ങനെ അവൻ സാമങ്ങളാൽ ബ്രഹ്മലോകം പ്രാപിക്കുന്നു. ഇപ്പം എല്ലാ ജീവജാലങ്ങളിലും വെച്ച് ഉത്തമമായ ആ പരമപുരുഷന്റെ സാക്ഷാത്കാരം അവന് ലഭിക്കുന്നു. അതായത് ഓങ്കാരത്തിൻ്റെ 3-ാമത്തെ മാത്ര സുഷുപ്തിയെയും പ്രാജ്ഞനെയുമാണ് പ്രതിനിധാനം ചെയ്യുന്നത്. പ്രണവ ഉപാസന കൊണ്ട് സങ്കല്പങ്ങളെയും വാസനകളെയും നിശേഷം ഇല്ലാതാക്കാൻ സാധിച്ചിട്ടുള്ളവനാണ് 3-ാം മാത്രയിൽ എത്തി നിൽക്കുന്നവൻ. അവൻ ദേവയാന മാർഗത്തെ പിന്തുടരുന്നു എന്ന് താല്പര്യം. ദേവയാനം എന്താണെന്ന് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. അങ്ങനെ 3 മാത്രകളോടുകൂടി ഓങ്കാരമാകുന്ന പ്രതീകം കൊണ്ട് പരമപുരുഷനെ ഉപാസിക്കുന്നവൻ മരണാനന്തരം തേജോരൂപനായ ആദിത്യനിൽ ആത്മരൂപം പ്രാപിക്കുന്നു. അതാണ് പ്രധാനം. നേരത്തെ ചന്ദ്രലോകത്തെ കാര്യം പറഞ്ഞു. ചന്ദ്രലോകത്തിൽ നിന്ന പോലെ ആദിത്യലോകത്തിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ വീണ്ടും ഒരു ജന്മം ഉണ്ടാകുന്നില്ല, പുനർജന്മം ഉണ്ടാകുന്നില്ല. ആ പുനർജന്മം ഉണ്ടാകാത്ത അവസ്ഥയാണ് മോക്ഷമെന്ന് പറയുന്നത്. പുനർജന്മം ഉണ്ടാകാതിരിക്കണമെങ്കിൽ പാപങ്ങൾ ഒട്ടും തന്നെ ഇല്ലാത്തൊരവസ്ഥ സംജാതമാകണം. ആ ഒരു അവസ്ഥയിൽ ജീവൻ മുക്തി പ്രാപിക്കുമ്പോഴാണ് പുനർജന്മമില്ലാതിരിക്കുന്നത്. അടുത്ത ജന്മത്തിലേക്ക് ഒന്നും തന്നെ കർമ്മഫലങ്ങളൊന്നും തന്നെ അവശേഷിക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ താല്പര്യം. ചുരുക്കത്തിൽ ഓങ്കാരമന്ത്രത്തിൻ്റെ 1-ാമത്തെ മാത്രയെ ധ്യാനിക്കുന്നവൻ ഋക്കുകൾ മുഖേന മനുഷ്യലോകത്തെ പ്രാപിക്കുന്നു. 2-ാം മാത്രയെ ധ്യാനിക്കുന്നവൻ യജുർമന്ത്രങ്ങളാൽ ചന്ദ്രലോകത്തെ പ്രാപിക്കുന്നു. 3-ാമത്തെ മാത്രയെ ഉപാസിക്കുമ്പോൾ സാമമന്ത്രങ്ങളാൽ ബ്രഹ്മലോകത്തെ പ്രാപിക്കുന്നു. ഈ വിധം ശ്രേഷ്ഠമായ ബ്രഹ്മത്തെ അറിഞ്ഞുപാസിക്കുന്നത് അല്ലെങ്കിൽ ഉപാസിക്കുന്ന വിദ്വാൻമാരാണ്. വിദ്വാൻമാർ പ്രണവമന്ത്രമായ ഓങ്കാരധ്യാനത്തിലൂടെ ബ്രഹ്മത്തെ പ്രാപിച്ച് സായുജ്യമടയുന്നു എന്ന് പറയുന്നു. ഇവിടെ 6-7 മന്ത്രങ്ങളിൽ പ്രണവോപാസനയുടെ മഹാത്മ്യത്തെ വിവരിക്കുന്നു. ഓങ്കാരത്തിൻ്റെ ഭാഗങ്ങളായ ആ ഊമ എന്ന അക്ഷരങ്ങൾ 3 ലോകങ്ങളെയും 3 വേദങ്ങളെയും 3 അവസ്ഥകളെയും പ്രതിനിധീകരിക്കുന്നു. അത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു. ജാഗ്രത, സ്വപ്നം, സുഷുപ്തി എന്നിങ്ങനെ 3 അവസ്ഥകൾ, 3 വേദങ്ങൾ ഋക്ക്, യജുസ്, സാമം. അതുപോലെ തന്നെ ജാഗ്രത, സ്വപ്നം, സുഷുപ്തി. മറ്റൊന്ന് ആ എന്നത് ഭൂമി, ഉ എന്നത് അന്തരീക്ഷം, മാ എന്നത് ബ്രഹ്മലോകം. ഇതിൻ്റെയും പ്രതീകം കൂടിയാണ്. അങ്ങനെ 3 അവസ്ഥകൾ, 3 ലോകങ്ങൾ, 3 വേദങ്ങൾ, ഇവയൊക്കെ പ്രതിനിധീകരിക്കുന്ന ഒരു സങ്കല്പമാണ്
ഓങ്കാരത്തിൽ അടങ്ങിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ 3 അവസ്ഥകളുടെ ഒരു ദേവതാസങ്കല്പത്തെക്കുറിച്ച് വിരാട് പുരുഷൻ, ഹിരണ്യഗർഭൻ, ഈശ്വരൻ എന്ന 3 ദേവതകളാണ് ഈ 3 അവസ്ഥകളെയും, ജാഗ്രത, സ്വപ്നം, സുഷുപ്തി, ഈ 3 അവസ്ഥകളെയും നിയന്ത്രിക്കുന്നത്. ഇപ്പോൾ പ്രണവത്തിലെ 3 അക്ഷരങ്ങളെ പ്രത്യേകമായി ധ്യാനിക്കുന്നവൻ ഈ ദേവതകളുടെ ലോകത്തെയാണ് പ്രാപിക്കുന്നത്. 3 പാദങ്ങൾ ഉച്ചരിച്ച ശേഷം നീണ്ടു നിൽക്കുന്ന സ്വരത്തെയാണ് അമാത്ര അല്ലെങ്കിൽ അർദ്ധമാത്ര എന്ന് പറയുന്നത്. അത് പരബ്രഹ്മത്തിൻ്റെ പ്രതീകമാണ്. ആ ഉച്ചരിച്ച് നിർത്തുമ്പോഴുണ്ടാകുന്ന ഒരു സ്വരം, അതാണ് അമാത്ര എന്ന് പറയുന്നത്. അപ്പം 4 പാദങ്ങളോട് കൂടിയ പ്രണവത്തെ, അപ്പം ഇത്തരത്തിൽ ആ, ഉ, മ, പിന്നെ അമാത്രയായ അം എന്നുള്ള അവസ്ഥ, അമ്മിന് പൂർണ്ണമായി അവിടെ ഉച്ചാരണമില്ല, അതുകൊണ്ടാണ് അമാത്ര എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ 4 പാദങ്ങളോടുകൂടി പ്രണവത്തെ സമഗ്രമായി ഉപാസിക്കുന്നവൻ ആ ധ്യാനത്തിലൂടെ വിരാട് പുരുഷൻ, ഹിരണ്യഗർഭൻ, ഈശ്വരൻ, ഈ 3 ഭാവങ്ങൾക്കും അടിസ്ഥാനമായി നിൽക്കുന്ന, അതായത് 3 മാത്രകളുടെ പ്രതീകമായിട്ടുള്ള വിരാട് പുരുഷൻ, ഹിരണ്യഗർഭൻ, ഈശ്വരൻ, ഈ 3 ഭാവങ്ങൾക്കും അടിസ്ഥാനമായി നിൽക്കുന്ന പരബ്രഹ്മത്തെ, അതായത് ആ അമാത്ര എന്ന് പറയുന്നത് പരബ്രഹ്മത്തിൻ്റെ പ്രതീകമാണ്, 4ാമത്തെ മാത്ര. അപ്പോൾ 4 മാത്രയോടുകൂടി പ്രണവത്തെ ഉപാസിക്കുന്ന വ്യക്തി ബ്രഹ്മത്തെ പ്രാപിച്ച് സായുജ്യമടയുന്നു എന്ന് പറയുന്നു. ഇപ്പം നമ്മൾ 3 മാത്രയാണ് സാമാന്യനെ പറയുന്നതെങ്കിലും ആ നിർത്ത് അമാത്രയായിട്ടാണ് സൂചിപ്പിക്കുന്നത്. ആ നിർത്ത് പരബ്രഹ്മത്തിൻ്റെ പ്രതീകമായിട്ടാണ്. അമാത്ര എന്ന് പറയുന്നത് പരബ്രഹ്മ പ്രതീകമായിട്ടാണ്. അങ്ങനെ 3, 1, 4 ദേവതാ സങ്കല്പങ്ങൾ, ആ 3ൻ്റെയും അടിസ്ഥാനമായ ഒരു പരബ്രഹ്മ സങ്കല്പമാണ് 4ാമത്തേതിലുള്ളത്. അല്ലെങ്കിൽ ആ 4ാമത്തേതിൽ നിന്നാണ് ബാക്കി 3 സങ്കല്പങ്ങളും ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ആ 3 സങ്കല്പങ്ങളും കടന്ന് 4ാമത്തെ ഏറ്റവും പരമമായ അവസ്ഥയായ പരബ്രഹ്മ സായുജ്യം ലഭിക്കുന്നതിന് ഇത്തരത്തിൽ 4 മാത്രകളോടുകൂടിയ പ്രണവത്തെ ഉപാസിക്കുന്നത് കൊണ്ട് സാധിക്കുന്നു എന്ന് പിപ്ലാദ മഹർഷി സത്യകാമനോട് പറയുന്നു. ചുരുക്കത്തിൽ സഗുണ, നിർഗുണ, സാകാര, നിരാകാര ഉപാസനയ്ക്ക് രണ്ടിലേതാണോ ആവശ്യം, ഏത് വേണ്ടവർക്കും പ്രണവോപാസന ഉത്തമമാണ്. അപ്പം ഈ 2 തരത്തിലൂടെയും ഇതിലേത് തരത്തിൽ വേണമെന്ന് അവനവന് നിശ്ചയിക്കുക. ആ തരത്തിൽ ഈശ്വരനെ ഉപാസിച്ച് മോക്ഷപദം പ്രാപിക്കാൻ സാധിക്കും. അതിലെ 2ാമത്തെ നിർഗുണവും നിരാകാരവുമായ ഉപാസനയാണ് ഏറ്റവും ശ്രേഷ്ഠം. അതാണ് സത്യത്തിൽ പരബ്രഹ്മ സായുജ്യപദത്തിന് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് എന്നും കൂടി ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതോടുകൂടി 5ാമത്തെ പ്രശ്നം അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഓങ്കാര ഉപാസന എന്താണ്, അതിൻ്റെ ഫലം എന്താണ്, അതിൻ്റെ അവസ്ഥകൾ, അതിൻ്റെ മാത്രാഭേദങ്ങൾ കൊണ്ടുണ്ടാകുന്ന, അല്ലെങ്കിൽ ഓരോ മാത്രയെ ഉപാസിച്ചാൽ ഉണ്ടാകുന്ന ഫലങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെയാണ് ഈ പ്രശ്നോപനിഷത്തിലെ 5ാം പ്രശ്നം കൊണ്ട് ഋഷി നമുക്ക് കാണിച്ചു തരുന്നത്. ഇത്രയും സൂചിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ പ്രഭാഷണം അവസാനിപ്പിക്കുന്നു. എൻ്റെ ഫോൺ നമ്പർ 94 47 30 62 73. നമസ്തേ.